ഹായ് ഫ്രണ്ട്സ്, ഓംഫ്ലിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് കറിവേപ്പില എങ്ങനെ നന്നായി വളർത്തിയെടുക്കാം. കറിവേപ്പില ഇതുപോലെ തഴച്ച് വളരാൻ കുറച്ച് ടിപ്സുകൾ പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പുതിയ ടിപ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ടിപ്സ്, നന്നായി വെള്ളം അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിന്മേലുള്ള കീടങ്ങളും പ്രാണികളും ഒക്കെ തൊഴിഞ്ഞു പോകും. പൗത്ത ഇലകളുടെ അതും തൊഴിഞ്ഞു പോകും. അപ്പോൾ നല്ല ഉഷാറായി കറിവേപ്പ് വളർന്നോളൂ. ഞങ്ങൾ ഇതുപോലെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങളത് നല്ലോണം തഴച്ച് വളരുന്നുണ്ട്. ഇത് നിങ്ങളും ചെയ്തു നോക്കൂ, റിസൾട്ട് എന്തായാലും കിട്ടും. രണ്ടാമത്തെ ടിപ്സ്, നമ്മളെ വീട്ടിലുള്ള ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റും വെജിറ്റബിളിൻ്റെ വേസ്റ്റും നമുക്ക് കറിവേപ്പിൻ്റെ മരട്ടിട്ട് കൊടുക്കാവുന്നതാണ്. അത് ഇട്ട് കൊടുത്താൽ അതിന് നല്ല വളമാണ്. അത് മണ്ണിൽ അലിഞ്ഞു ചേർന്നാൽ കറിവേപ്പ് നന്നായി തഴച്ച് വളരും. ഈ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റും വെജിറ്റബിൾസിൻ്റെ വേസ്റ്റും മറ്റൊരു കായ് ഉണ്ടാകുന്ന ചെടികൾക്കും ഇട്ട് കൊടുക്കരുത്. ഇലച്ചെടികൾക്ക് മാത്രമേ ഇട്ട് കൊടുക്കാവൂ. കാരണം കായ് ഉണ്ടാകുന്ന ചെടികൾ ഇലകൾ മാത്രമേ വളരുള്ളൂ, കായ്കൾ ഉണ്ടാവില്ല. മൂന്നാമത്തെ ടിപ്സ്, കറിവേപ്പിൻ്റെ തൈ നന്നായി കൊമ്പും ചില്ലും വരാൻ അതിൻ്റെ തൂമ്പ് നുള്ളി കൊടുക്കുക. അപ്പോൾ അത് നല്ലോണം ഉണ്ടായി വളരുന്നതാണ്. നാലാമത്തെ ടിപ്സ്, ചാണകത്തിൽ കടലപ്പിണ്ണാക്ക് പൊടിപ്പിച്ചിട്ട് മാസത്തിൽ ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ കറിവേപ്പ് മരം നന്നായി തഴച്ച് വളരും. ഇനി എൻ്റെ കറിവേപ്പ് മരം ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ കറിവേപ്പ് ഇങ്ങനെ തഴച്ച് വളരാനുള്ള കാരണം, ഞങ്ങളിങ്ങനെ കൊമ്പും ചില്ലിയും വരുമ്പോൾ അതിൻ്റെ തൂമ്പ് ഇങ്ങനെ നുള്ളിക്കൊടുക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ തഴച്ച് വളരുന്നത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.